അഫ്ഗാനിസ്ഥാനെതിരെ വ്യോമാക്രമണവുമായി പാകിസ്ഥാൻ. ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 15 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്, കനത്ത നാശനഷ്ടമുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് താലിബാൻ. ഇപ്പോൾ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് തൗബ മാഹീൻ ചേരുന്നു. തൗബ, എന്താണ് ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ സംഭവിക്കുന്നത്? ലക്ഷ്മി, ഇന്നലെ രാത്രിയോടെയായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ പൻസുഗ പ്രവിശ്യയിൽ ബാഹ്മാൽ ജില്ലയിൽ, അതായത് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത്. ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 15 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇനിയും മരണനിരക്ക് ഉയരുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം താലിബാനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ പാകിസ്ഥാൻ ഇതുവരെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. പാകിസ്ഥാനാണ് സ്ഫോടനത്തിന്റെ ഉത്തരവാദികളെന്നാണ് അഫ്ഗാന്റെ വാദം. പാക് വിമാനങ്ങൾ ഗ്രാമത്തിന് ചുറ്റും വലം വെച്ചതായും അധികൃതരെ ഉദ്ധരിച്ച് അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ആക്രമണം 7 ഗ്രാമങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നെന്നും അവയിലൊന്ന് ഇന്നലെ നടന്ന ആക്രമണത്തിൽ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് ആ ഗ്രാമത്തിൽ നല്ല ജനവാസമുള്ള ഗ്രാമമാണ്. ആ ഗ്രാമത്തിന് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. ഇത് അവിടുത്തെ ജനങ്ങൾ മാനസിക പ്രതിസന്ധി ഒത്തിരി ഉള്ള ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അവിടുത്തെ സ്ഥിതിഗതികൾ ഇത് കൂടുതൽ വഷളാക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഈ മേഖലയിൽ സംഘർഷം ഇനി രൂക്ഷമാകാനുള്ള സാധ്യതയും ഉണ്ടെന്ന് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. അതേസമയം ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ഇനി ആക്രമണത്തിൽ കൂടുതൽ അന്വേഷണം നടന്നാൽ മാത്രമേ ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത ലഭിക്കൂ. അതേസമയം ഈ ആക്രമണത്തിൽ ഇന്നലെ നടന്ന ആക്രമണത്തിൽ ശക്തമായ ഒരു മുന്നറിയിപ്പും താലിബാൻ മന്ത്രാലയം കൊടുക്കുന്നുണ്ട്. ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്നാണ് താലിബാന്റെ മുന്നറിയിപ്പ്. തങ്ങളുടെ ഭൂമിയും പരമാധികാരവും സംരക്ഷിക്കുന്നത് അവരുടെ നിയമാനുസൃതമായ അവകാശമെന്നാണ് മന്ത്രാലയം പ്രസ്താവിച്ചിരിക്കുന്നത്. അതേസമയം ഇതൊരു പ്രത്യാക്രമണമാണ്. അതായത് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച അഫ്ഗാൻ അതിർത്തിക്കടുത്തുള്ള പാക് സൈനിക പോസ്റ്റിന് നേരെ താലിബാൻ ആക്രമണം ഉണ്ടായിരുന്നു. ഇതിൽ 16 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. 5 പേർക്ക് ഗുരുതരമായും പരിക്കേറ്റിരുന്നു. തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി പാക് തിരിച്ചടിച്ചതെന്ന് വേണം കരുതാൻ. അതേസമയം അഫ്ഗാനിസ്ഥാനിലെ പാകിസ്ഥാൻ പ്രതിനിധി മുഹമ്മദ് സാദിഖ് കബൂളിൽ നിന്നെത്തി താലിബാൻ നേതൃത്വവുമായി പ്രത്യേകമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനും ഈ കൂടിക്കാഴ്ചയ്ക്കും അവരുടെ ചർച്ചകൾക്കുമെല്ലാം ഒരു മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ഒരു ആക്രമണം നടന്നത്. നമുക്കറിയാം ലക്ഷ്മി, 2021 താലിബാൻ അഫ്ഗാൻ ഭരണം പിടിച്ചെടുത്തത്. തൊട്ടു പിന്നാലെ അഫ്ഗാൻ അതിർത്തിയിലും പാകിസ്ഥാൻ അതിർത്തിയിലുമായി അതൊരു സംഘർഷത്തിന്റെ വിളനിലമായി മാറിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പരസ്പരം ഏറ്റുമുട്ടലുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രദേശമായി അഫ്ഗാനും പാകിസ്ഥാനും മാറിയിട്ടുണ്ടായിരുന്നു ലക്ഷ്മി. ഈ അടുത്ത് നടന്ന ഒരു വ്യോമാക്രമണത്തിലായിരുന്നു അവിടുത്തെ അഭയാർത്ഥി വകുപ്പ് മന്ത്രിയായിരുന്ന ഖലീൽ അഹാനി അടക്കം കൊല്ലപ്പെട്ടത്. ഇത്തരത്തിൽ അഫ്ഗാൻ പാകിസ്ഥാൻ പ്രശ്നം കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അഫ്ഗാനിസ്ഥാനെതിരെ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു പാകിസ്ഥാൻ. ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 15 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരം. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പാകിസ്ഥാൻ ഇതുവരെയും ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പ് താലിബാൻ നൽകി കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം. തൗബ മാഹീനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.